പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ വീട്ടുകാരോട് കാര്യങ്ങളെല്ലാം പറയുന്നതിനായി CI എത്തുകയാണ്. കൺമണിയെ രക്ഷിക്കുന്നതിനായി ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ കൺമണി തൽക്കാലത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയണം എന്ന് അവർ വ്യക്തമാക്കുകയാണ്. ഇത് കേൾക്കുന്ന CI ആകട്ടെ കൺമണി ഇപ്പോൾ ഒരു കാട്ടിലകപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. എന്ത് കാട്ടിലോ? അവൾ ആ കാട്ടിൽ ഒറ്റയ്ക്കകപ്പെട്ടാൽ എന്താവും അവളുടെ അവസ്ഥ? എൻ്റെ മകൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും എന്ന് വ്യക്തമാക്കുകയാണ് കൺമണിയുടെ അച്ഛൻ. പക്ഷേ ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങളുടെ മകൾ ഒറ്റയ്ക്കല്ല, കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. ഇത് കേൾക്കുന്ന മനോജ് അതാരാണ്? മറ്റാരുമല്ല, ക്രിഷ്. ക്രിഷ് അവളെ രക്ഷിക്കുന്നതിനായി അവളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ധനലക്ഷ്മിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഈ കാര്യം വരുണൊക്കെ അറിഞ്ഞാൽ എന്താകും അവസ്ഥ? കല്യാണത്തിൻ്റെ കാര്യം പിന്നെ ചിന്തിക്കുകയേ വേണ്ട. എല്ലാം അവസാനിക്കും, അത് ഉറപ്പ് തന്നെയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് CI തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇന്നത്തേക്ക് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബാക്കി അന്വേഷണം പിന്നീട്. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. എന്തായാലും ഇനി തൽക്കാലത്തേക്ക് ഞാനിവിടെ നിന്ന് പോവുകയാണ്. നാളെ രാവിലെ തന്നെ അന്വേഷണം ആരംഭിച്ച് അവരെ കണ്ടെത്തി ഇവിടേക്ക് കൊണ്ടുവരാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. ഇതോടെ വീട്ടിലുള്ള എല്ലാവരും കൺമണിയെക്കുറിച്ചുള്ള ആലോചനയിലാണ്. എന്തായിരിക്കും ഇന്ന് ആ കാട്ടിൽ നടക്കുക? മാത്രവുമല്ല, ഒരുപക്ഷെ മൃഗങ്ങൾ അവരെ ആക്രമിക്കുമോ, അതോ ഇരുവരും തമ്മിൽ ഒന്നിക്കുമോ എന്നീ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. പക്ഷേ ഇതിനിടയിൽ മാനസ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ക്രിഷ് എന്തായിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവുക? അവർ തമ്മിൽ ഒരുമിച്ച് ഒരു ദിവസം ചിലവഴിക്കുക. ആലോചിക്കുമ്പോൾ തന്നെ വളരെ വലിയ അസ്വസ്ഥതയാണ് തോന്നുന്നത്. എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ പോലും സാധിക്കുകയില്ല. ഉടൻ തന്നെ പുറപ്പെട്ടാലോ? നമുക്ക് അവരെ കണ്ടെത്തുക തന്നെ ചെയ്യണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഈ നേരത്തെ എവിടേക്കാണ് നീ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. വെറുതെ എടുത്തുചാടി മണ്ടത്തരമൊന്നും ഇപ്പോൾ കാണിക്കരുത്. കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് തന്നെ എന്തായാലും നാളെയാകട്ടെ. അവർക്ക് യാതൊന്നും സംഭവിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ സുരക്ഷിതരായി തിരിച്ചെത്തുക തന്നെ ചെയ്യും. ഇതേ സമയം കൃഷിന്റെ മേൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൺമണി. എനിക്കാകെ പേടിയാകുന്നു. ഈ കാട്ടിലെ ഓരോ ശബ്ദവും എന്നെ ഭയപ്പെടുത്തുകയാണ്. കൺമണി, നീ യാതൊരു വിധത്തിലും പേടിക്കണ്ട. നിന്റെ കൂടെ ഞാനുണ്ട്. നിനക്ക് ഒരബദ്ധം വരികയില്ല. അത് ഞാൻ ഉറപ്പു നൽകുന്ന കാര്യമാണ്. എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും നിന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പുറത്തെത്തിക്കും. അതുകൊണ്ട് പേടിക്കണ്ട. ഇതിനിടയിൽ കൺമണി കൃഷ്ണനെ നോക്കുകയാണ്. ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കിയതിനെ തുടർന്ന് ഇരുവരും അടുത്തേക്ക് വന്നു ചേരുകയും പരസ്പരം കിസ് ചെയ്യാൻ നോക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു ശബ്ദമുണ്ടാകുന്നത്. ഇതോടെ പരിസരം അടർന്നു നിൽക്കുന്ന അവർ ആകെ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. മാത്രവുമല്ല, കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഇതേ തുടർന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഇനി എത്രയും പെട്ടെന്ന് പുറത്തു കടക്കണം. ക്രിഷ് സാർ, എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ആ ഗുണ്ടകൾ ഒരുപക്ഷെ നമ്മളെ പിന്തുടർന്നുകൊണ്ട് വരുന്നുണ്ടാകാം. അതും ശരിയാണ് കൺമണി.
ഞാൻ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പുതിയ വഴികൾ നോക്കുകയാണ്. എനിക്കുറപ്പുണ്ട് അധികം വൈകാതെ തന്നെ നമുക്കത് കണ്ടെത്താൻ സാധിക്കുമെന്ന്. ഇതോടെ പുതിയ നീക്കങ്ങൾ ക്രിഷ് തുടങ്ങുകയായി. എന്നാൽ ഇതേ സമയം കൃഷിനെയും കൺമണിയെയും കണ്ടെത്തുന്നതിനായി പിന്തുടർന്ന് വരുന്ന ഗുണ്ടകൾ ഇതേ തുടർന്ന് കൃഷിനെയും കൺമണിയെയും കണ്ടെത്തിയതിനെ തുടർന്ന് ക്രിഷ് വീണ്ടും രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.